عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നേതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കേരള നദുവത്തുൽ മുജാഹിദീൻ കഴിഞ്ഞ 6 മാസത്തിലധികമായി കേരളീയ സമൂഹത്തിനിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ഒരുമിച്ചു കൂടിയവരാണ് നമ്മളെല്ലാവരും. ഇത്തരത്തിലുള്ള ഒരുമിച്ചു കൂടലുകളൊക്കെ നമ്മൾ നടത്താറുള്ളത് ആർക്കെങ്കിലും മുൻപിൽ ശക്തി കാണിക്കാനോ അതല്ലെങ്കിൽ കുറെ ഒഴിവ് സമയം ഉള്ളതുകൊണ്ട് അതങ്ങ് നശിപ്പിക്കട്ടെ, ഇരുന്ന് കളയാം എന്ന ധാരണയിലോ അല്ല നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതും ഈ പരിപാടികൾ ശ്രമിക്കേണ്ടതും. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്നും ഒരിക്കലും തടയാൻ സാധിക്കാത്ത ഒരു തിരിച്ചുള്ള വിളി നമുക്ക് നേരെ വന്നാൽ കണ്ടു തീർത്ത സ്വപ്നങ്ങളും മനസ്സിന്റെ 1000 ആഗ്രഹങ്ങളും കെട്ടിപ്പൂട്ടി വെച്ച സമ്പത്തുകളും എല്ലാം ഉപേക്ഷിച്ച് ഒരു മടക്ക യാത്ര ഏത് നിമിഷവും ഏറ്റെടുക്കേണ്ടവരാണ് ഞാനും നിങ്ങൾ. ആ ഒരു തിരിച്ചുള്ള യാത്രയിൽ പാരത്രിക ലോകത്ത് റബ്ബിന്റെ അരികിൽ സമാധാനത്തോടെ നിൽക്കാൻ, സന്തോഷത്തോടുകൂടി റബ്ബിന്റെ വിചാരണ നേരിടാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന ചിന്തയാണ് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഏറെ ആശങ്കപ്പെടുത്തേണ്ടതും ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടതും. ഇന്നും പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഹാപകർച്ചവ്യാധിയിൽ പലരും ആശങ്കാകുലരാണ്, പലർക്കും പേടിയുണ്ട്. പലരുടെയും പേടി മരണപ്പെട്ടു പോകുമോ, അങ്ങനെ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ ആളില്ലാതായി പോകുമോ, ഒരു നല്ല കുളിപ്പിക്കലെങ്കിലും എന്റെ മയ്യത്തിന് കിട്ടാതായി പോകുമോ, എന്റെ ഖബറിന്റെ അരികിൽ വെച്ച് തസ്ബീത്ത് ചൊല്ലാൻ ആളില്ലാതായി പോകുമോ എന്ന ആശങ്കയാ നമ്മളിൽ പലർക്കും. പക്ഷേ നമ്മൾ മരിക്കണമെങ്കിൽ ഈ കൊറോണ എന്ന പകർച്ചവ്യാധി മാത്രം വരണം എന്ന് റബ്ബ് തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു തീരുമാനിച്ചാൽ ഒരു അസുഖവും ഇല്ലാത്തവനെയും വിളിച്ചുണർത്തി കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ കാര്യം, അള്ളാഹു ഒരിക്കലും ദീർഘിപ്പിക്കുകയില്ല, താമസിപ്പിക്കുകയില്ല. ഒരാളുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ആ അവധിയിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും നേരത്തെയോ ഒരു നിമിഷമെങ്കിലും അത് കഴിഞ്ഞിട്ടോ അല്ല അള്ളാഹു ഈ ലോകത്ത് നിന്നും നമ്മളെ കൊണ്ടുപോകുക. കൃത്യമായി തീരുമാനിക്കപ്പെട്ട നിമിഷത്തിൽ ഏതു സ്വപ്നത്തിന്റെ നടുവിലാണെങ്കിലും എത്ര പരീക്ഷണങ്ങൾക്ക് നടുവിലാണെങ്കിലും അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ റബ്ബിന്റെ മാലാഖമാരുടെ കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഓരോരുത്തരും
മയ്യത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിലും മയ്യത്ത് കുളിപ്പിക്കാതെയാണ് ഖബറിലേക്ക് വെച്ചതെങ്കിലും റബ്ബിന്റെ മഹ്ശറയിൽ എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിച്ച് നാഥന്റെ പ്രവാചകന്മാരോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സിറാത്ത് പാലം കടന്ന് റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും കൈകളിൽ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത അന്ന് മുതൽ വേഷം മാറി പാവപ്പെട്ട ജനങ്ങളുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് ഗോതമ്പ് ചാക്ക് സ്വന്തം ചുമലിൽ ദരിദ്രരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത ഭരണാധികാരി. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരൊട്ടകക്കുട്ടിയെങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ആ കരച്ചിലിന് ഞാൻ എന്റെ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും എന്നാലോചിച്ച് മദീനത്തെ പള്ളിയിലിരുന്ന് കരഞ്ഞ മഹാനായ അമീറുൽ മുഅ്മിനീൻ. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ, യാത്രക്കാരെ സഹായിക്കാൻ ഭാര്യ ആത്തിക ബീവിയെയും കൂട്ടി മക്കയിലെ മദീനയിലെ അതിരുകളിലൂടെ നട്ടപ്പാതിര നേരത്ത് ജനസേവനത്തിനിറങ്ങിയ അമീറുൽ മുഅ്മിനീൻ. കിസ്ര ചക്രവർത്തിമാര് പോലും പേര് കേട്ടാൽ കിടുകിട പറച്ചിരുന്ന അതേ ഉമർ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദീനത്തെ പള്ളിയിൽ വന്നിരിക്കുക. നമസ്കാരത്തിന് ശേഷം സഫിലിരുന്ന് കരയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന സഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ ഉമർ, എന്തിനാ താങ്കൾ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ, നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലമെങ്കിലും അള്ളാഹു ഉമറിന് തരാതിരുന്ന് കളയുമോ എന്ന ആശങ്കയും പേടിയും എനിക്കുണ്ട് സഹാബത്തെ. ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലമെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് സങ്കടത്തോടെ കരഞ്ഞു പറയുന്ന മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, 10, 40, 50 കൊല്ലം ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിന്റെ അജയ്യതയോടുകൂടി ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും നാട്ടിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ബിദ്അത്തുകളിൽ നിന്നും മാറി നടക്കാനുള്ള വിശ്വാസത്തിന്റെ തെളിമ കിട്ടിയിട്ടും റബ്ബിന്റെ സ്വർഗത്തില് പ്രവേശിക്കാനുള്ള കണ്ടെത്തലുകൾ എന്റെ കയ്യിൽ ഇല്ല എന്ന ഒരു ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായും ജീവിതം പരാജയപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ നേരായ ജീവിത പ്രവർത്തനങ്ങളിൽ അവനിൽ നിന്നും അള്ളാഹുവും ഈ സമൂഹവും അവന്റെ കുടുംബത്തിനും ഉണ്ടാകേണ്ട മാറ്റം പ്രകടിപ്പിക്കാൻ ഓരോ വിശ്വാസികൾക്കും സാധിക്കേണ്ടതുണ്ട്. ഞാനൊരു നേരുള്ള വ്യക്തിയാണെങ്കിൽ, ഞാൻ ആ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെങ്കിൽ എന്റെ കുടുംബം നന്നാവും, എന്റെ സമൂഹം നന്നാവും. അതിനെന്ത് വേണം? എന്റെ ജീവിതത്തിൽ അള്ളാഹു പഠിപ്പിച്ച വിശ്വാസത്തിന്റെ അജയ്യമായ തൗഹീദിന്റെ കൃത്യമായ ജീവിത ശൈലി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷെ ഇന്ന് അള്ളാഹുവിനെ പേടിയുണ്ട് എന്ന് പറയുന്നവർക്കൊന്നും പടച്ച റബ്ബിന്റെ പരലോകത്തെ പറ്റിയിട്ടുള്ള ഒരു പേടിയില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ മനുഷ്യർ ഇങ്ങനെ ആവൂല. എന്റെ ഓരോ നിമിഷങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസമാണ് റബ്ബിലുള്ള ഏറ്റവും വലിയ വിശ്വാസം. ആ ജീവിതമാണ് ഇന്നത്തെ ജീവിതമെന്നും ഈ ജീവിതത്തിന്റെ അവസാനം റബ്ബിന്റെ അരികിലേക്കുള്ള മടക്കമാണെന്നുമുള്ള ബോധം. ആ ബോധം പലരുടെ ഹൃദയത്തിലും അവർക്ക് സ്വയം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എന്റെ വാക്ക് കേൾക്കുന്ന ചന്ദ്രാപ്പിനിയിലെ ബഹുമാന്യരായ ജനങ്ങളോട്, എന്റെ സഹപ്രവർത്തകരോട് ചോദിക്കട്ടെ, സ്വന്തം മരണത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഈ ഇരിക്കുന്ന ഇരിപ്പിൽ പിന്നോട്ട് മറഞ്ഞു വീണാൽ തീരാവുന്ന ആയുസ്സേ ഉള്ളൂ എനിക്കും വെക്കും. പിന്നീട് ചലനമറ്റ നമ്മളെ ശരീരത്തിന്റെ തുറന്നുപോയ കണ്ണുകളൊന്ന് അടച്ചു വെക്കാനെങ്കിലും വീട്ടിലുള്ള മറ്റുള്ളവര് വരണം. കാലിന്റെ തള്ളവിരലുകൾ കൂട്ടിക്കെട്ടി ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ അയച്ച് എല്ലാവർക്കും മുഖം കണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരു കട്ടിൽ മുറ്റത്തേക്കോ സിറ്റ് ഔട്ടിലോ ആ കട്ടിലിന്റെ മേലെ നമ്മളെ കിടത്തുന്ന സ്വന്തം മരണത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? ഓരോരുത്തരും മുഖത്തേക്ക് നോക്കി തിരിഞ്ഞു നടക്കുമ്പോ അവസാനം മറ്റുള്ളവരുടെ കൈകളാൽ നമ്മൾ കുളിപ്പിക്കപ്പെട്ട് 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട്
നമ്മളെ മറന്നുകൊണ്ട് നാടും സമൂഹവും തിരിച്ചു പോകുന്ന, വിസ്മരിക്കപ്പെടുന്ന സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അരികിലേക്കുള്ളൊരു യാത്രക്കൊരുങ്ങുകയാ നമ്മൾ ഓരോരുത്തരും. ആ യാത്രക്ക് അള്ളാന്റെ അടുത്ത് സമാധാനത്തോടെ കണ്ടുമുട്ടാൻ സാധിക്കണമെങ്കിൽ തൗഹീദിൽ അഥവാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന രക്ഷിതാവായ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് റബ്ബിന്റെ തൃപ്തി നേടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പക്ഷേ ഇന്നത്തെ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയൊരു പോരായ്മ എന്താന്ന് ചോദിച്ച, ഒരു ഭാഗത്ത് അള്ളാഹുവിന് വിശ്വാസമുണ്ടെങ്കിലും മറുഭാഗത്ത് റബ്ബിനെ മറക്കുന്ന എല്ലാ സ്വഭാവങ്ങളും കാണിക്കും. 5 നേരം നിസ്കരിക്കുന്നവനായിരിക്കും, കൃത്യമായിട്ട് പള്ളിയിൽ വരുന്നവൻ, വീട്ടിൽ ജമാഅത്ത് നിസ്കരിക്കുന്നവൻ, ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നാൽ പോലും നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നവൻ. പക്ഷെ അതേ വ്യക്തി മറുഭാഗത്ത് പലിശ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ അവന്റെ ഇബാദത്തിന്റെ ഭംഗി അവന്റെ സ്വഭാവത്തിനില്ല. ഒരു ഭാഗത്ത് കൃത്യമായിട്ട് റബ്ബിന് വേണ്ടി പട്ടിണി കിടന്നു നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തി, സുന്നത്താക്കപ്പെട്ട അയ്യാമുൽ ബീലും തിങ്കളും വ്യാഴവും കൃത്യമായി നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തി, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ഖുർആൻ ക്ലാസ് കേൾക്കുകയും യൂട്യൂബിലെ ഓരോ മൗലവിമാരുടെ പ്രസംഗം പേരടിച്ച് കേട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, മറുഭാഗത്ത് കുടുംബക്കാരുമായിട്ട് പലരും പിണക്കത്തിലാണെങ്കിൽ പിന്നെ അവന്റെ വിശ്വാസം കൊണ്ട് എന്ത് നേട്ടാ നമുക്ക് പരലോകത്ത് അള്ളാന്റെ അടുത്ത് ഉണ്ടാവുക? കൃത്യമായിട്ട് റബ്ബിന്റെ വാക്കുകളെ പറ്റി, തൗഹീദിനെ പറ്റി ബോധ്യമുണ്ടായിട്ടും സമ്പാദിക്കുന്ന മുതലിൽ സ്വന്തം സ്വത്തിലേക്ക് നോക്കി ഇതിലൊരാളുടെയും ഹലാലല്ലാത്തതില്ല, ഹറാമായ ഒരു മണി വറ്റു പോലും എന്റെ സമ്പാദ്യത്തിലില്ല എന്ന് പറയാൻ മാത്രം നമുക്ക് കഴിവും ശക്തിയും വിശ്വാസ സന്തോഷവും ഇല്ലെങ്കിൽ തൗഹീദ് എവിടെയാ നമുക്ക് മാറ്റം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. കേവലം ജാറങ്ങളിലേക്ക് പോകുന്നില്ല, മക്ബറകൾ മൂടുന്നില്ല, അത്തരത്തിലുള്ള ശിർക്കൻ പ്രവണതകൾ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ അപ്പുറം ജീവിതത്തിൽ ഒരു വ്യക്തി നേരെയാവേണ്ട ജീവിതത്തിന്റെ സമസ്ത മേഖലകളും നാഥന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മൾക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അള്ളാഹു പഠിപ്പിച്ചല്ലോ, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയത്തോടുകൂടി എന്റെ അരികിലേക്ക് മടങ്ങുന്നവർക്കല്ലാതെ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ആ അള്ളാഹുവിലുള്ള വിശ്വാസം, എന്റെ ഹൃദയം അറിയുന്ന നാഥൻ, ആ റബ്ബിലേക്കുള്ള മടക്കമാണ് ജീവിതം എന്ന ചിന്തയോടെ ആ റബ്ബിൽ എത്ര ഉറച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. പോയും ഒരുപാട് അന്ധവിശ്വാസങ്ങളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു തടഞ്ഞ പല സ്വഭാവങ്ങളും ചെയ്യുന്നവരുണ്ട്. പല കാര്യങ്ങളിലും ആ കാര്യങ്ങൾ സൂക്ഷ്മത കൈവരിക്കാത്തവരുണ്ട്. രഹസ്യമായി ഏലസ് കെട്ടുന്നവർ, മൻ അത്താ ഖറാഫൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരട് കെട്ടുന്നവന്റെ അരികിലോ ചെല്ലുകയും അവൻ പറഞ്ഞത് കെട്ടുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. വീട്ടിന്റെ പ്രവേശന കർമ്മത്തിന് പാല് കാച്ചുന്നത് മുതൽ കണ്ണിമൂലയുടെ ഭയപ്പാട് കാരണം ഉണ്ടാക്കിയ ബാത്റൂം പൊളിച്ചു കളഞ്ഞവരും കിണറ് മണ്ണിട്ട് മൂടിയവരും മുവഹിദീങ്ങളായ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിനേക്കാൾ അപ്പുറം ഇപ്പോഴും എന്തൊക്കെയോ ഭയം, വീട്ടിന്റെ മുൻപിലൂടെ അല്ലെങ്കിൽ വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് ഒരു പക്ഷി പ്രത്യേക രീതിയിൽ കരഞ്ഞാൽ അനർത്ഥങ്ങള്, അപകടങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുതൽ യാത്ര പോകുന്ന വാഹനത്തിന്റെ മുൻപിലൂടെ കറുത്ത പൂച്ച ചാടിയാൽ അത് ലക്ഷണക്കേടാണെന്ന് വിശ്വസിക്കുന്നവര് മുതൽ ഒരു വീട്ടിന്റെ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ കൈനീട്ടത്തിന് വേണ്ടി കൈനീട്ടം കിട്ടിയാലേ കച്ചവടം ശരിയാകൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വരെ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ എവിടെയാ നമുക്ക് തൗഹീദ്? എവിടെയാ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം? ഞാൻ തമാശക്ക് വേണ്ടി പറയാറുണ്ട്, നല്ല മുജാഹിദീങ്ങളും മുവഹിദീങ്ങളും ഒക്കെ ആയിരിക്കും, പക്ഷേ വീടിന് കുറ്റിയടിക്കാൻ എഞ്ചിനീയർ പോരേന്ന് ചോദിച്ചാൽ ചില വാപ്പാര് പറയും, ഏയ് അത് പോരാ, പിന്നെന്താ അതിന് ആശാരി വരണം. അതെന്താ? ആ ഒരു വർക്കത്താ. ആശാരിമാർക്ക് വേണ്ടി മാത്രം കുറ്റിയടി മാറ്റിവെച്ചവരുണ്ട്. വേണ്ടാന്നല്ല, ആശാരി അടിക്കാണെങ്കിൽ അടിക്കട്ടെ, പക്ഷേ ആശാരി എഞ്ചിനീയർ നല്ല നിലക്ക് വന്നാലും ആശാരി വന്നാലേ കുറ്റിയടി ശരിയാവൂ എന്ന് ചിന്തിക്കുന്നവർ, വീട്ടിന്റെ പ്രവേശനത്തിന് ഒരു സുബഹി നിസ്കാരം തെരഞ്ഞെടുത്ത് വീട്ടിൽ വെച്ച് സുബഹി ജമാഅത്ത് നടത്തുന്നവര്,
അതേ വീട്ടിന്റെ പാല് കാച്ചലിന് കാച്ചിയ പാല് കൊണ്ട് ചായ പാരുന്നവര്, ബാക്കി പാല് അടുപ്പത്തുകുന്നവര്. ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങളും നമ്മളെ വിട്ടു പോയിട്ടില്ല. ആ നമ്മൾ പറയാ നമ്മള് മുവഹിദീങ്ങളാ, തൗഹീദ് ഉറച്ചവരാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വിശ്വാസത്തിൽ എന്നെ കാണുന്ന റബ്ബ് അല്ലേ, ആ ഒരു വിശ്വാസം നമ്മൾ ചിന്തിച്ചു നോക്കൂ. മക്കയിൽ കൊലപാതകങ്ങളും കൊള്ളയും പിടിച്ചുപറിയും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ അള്ളാഹുവിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുത്ത് അവസാനം അള്ളാന്റെ തിരുദൂതം മരിക്കുമ്പം ആ സഹാബത്തിനുണ്ടായ മാറ്റം എന്താ? റബ്ബിന് വേണ്ടി എന്തും സഹിക്കാൻ അവര് തയ്യാറായി, എന്ത് ത്യാഗത്തിനും അവര് സന്നദ്ധരായി. ഉഹുദിന്റെ രണാങ്കണത്തിലും ബദറിലും ഖന്തക്കിലും ഖൈബറിലും സ്വന്തം ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവര്, ചുട്ടുപൈത്ത മണലാരണ്യത്തിൽ മലർത്തിക്കടത്തി നെഞ്ചത്തു വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറ് കൊണ്ട് തല്ല് കിട്ടുമ്പോഴും അടിക്കുന്ന ശത്രുവിന്റെ മുഖത്തു നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു അവര്. വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു ശ്വാസം മുട്ടിച്ച് മുകളിലേക്ക് എടുക്കുമ്പം ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം മുക്കിപ്പിടിച്ച ശത്രുവിന്റെ മുഖത്തു നോക്കി അല്ലാഹു അക്ബർ പ്രഖ്യാപിച്ചു അവര്. വസ്ത്രങ്ങൾ അയച്ച് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് ഇരുമ്പ് കമ്പികളെ കൊണ്ട് ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റിയപ്പോ കരിയുന്ന മാംസത്തിന്റെ വേദനയുടെ സങ്കടത്തോടൊപ്പം കുത്തുന്ന ശത്രുവിന്റെ മുഖത്തു നോക്കി അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചു അവര്. കുത്തേറ്റ് മദീനത്തെ പള്ളിയിൽ സങ്കടം കൊണ്ട് വേദനക്കിടയിൽ പോലും തന്നെ കാണാൻ വന്ന ചെറുപ്പക്കാരന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണെന്ന് കണ്ടപ്പോ അത് കയറ്റി ഉടുക്കും മോനെ എന്ന് പറയുന്ന മാറ്റത്തിലേക്ക് ഖത്താബിന്റെ മകൻ ഉമർ ബിൻ അൽ ഖത്താബിന് മാറാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെ മാറാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താ? ജീവിതത്തിന് ഓരോ നിമിഷത്തിനും അള്ളാന്റെ അടുത്ത് കണക്ക് പറയേണ്ടി വരും എന്ന ബോധ അതാ നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഞാൻ ജാറത്തിങ്കക്ക് പോകുന്നില്ല, ഞാനൊരു മക്ബറയിലേക്കും ചെന്നിട്ടില്ല, അതുകൊണ്ട് ഞാനൊക്കെ ഭയങ്കര ഈമാൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൂർണ്ണ വിശ്വാസിയാണ് എന്ന വിശ്വാസത്തിന് മാത്രം കെട്ടിപ്പിടിച്ച് മുൻപോട്ട് പോകുകയും സ്വജീവിതത്തിന്റെ സ്വഭാവരംഗത്തും റബ്ബിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലും ഒരു ഗുണവും കാണിക്കാത്ത, വിശ്വാസത്തിന്റെ മധുരം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇബാദത്തിന്റെ മധുരം കർമ്മങ്ങളിലും പ്രകടിപ്പിക്കാത്ത ഒരു വിശ്വാസിയുടെ വിശ്വാസം കൊണ്ട് പരലോകത്തോ ഇഹലോകത്തോ ആ വിശ്വാസിക്ക് ഒരു നേട്ടവും ഉണ്ടാകുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ കർമ്മങ്ങൾ നന്നാക്കുന്നതിന്റെ അപ്പുറം ഏകനായ സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധത്തോടുകൂടി സ്വന്തം ഹൃദയത്തെ ഒന്ന് മലിനമുക്തമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് റബ്ബിന്റെ അരികിലുള്ള ഏറ്റവും വലിയ തൗഹീദ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അലം നശ്റഹ് ലക സദ്റക്. പ്രവാചകരെ, താങ്കളുടെ മനസ്സിന്റെ വിശാലതയാണ് താങ്കളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. മുആദ് ബിൻ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിനയക്കുമ്പോ അള്ളാന്റെ റസൂല് കൊടുത്ത ആദ്യത്തെ ഉപദേശം, മുആദ്, താങ്കൾ ജനങ്ങളോട് തൗഹീദ് പറയണം. രണ്ടാമതായി റസൂലുള്ള കൊടുത്ത ഉപദേശം എന്താ? വഖാലിഖുൻ നാസ ബിഖുലിഖിൻ ഹസന. മുആദ്, താങ്കൾ താങ്കളുടെ ഏറ്റവും നല്ല സ്വഭാവം ജനങ്ങളോട് കാണിക്കണം. ഇതെന്തിനാണെന്നറിയോ സഹോദരങ്ങളെ? തൗഹീദ് അംഗീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിന്നെ ജനങ്ങളാവട്ടെ റബ്ബാവട്ടെ അവന്റെ ജീവിതമാണ് പരിഗണിക്കുക. ആ ജീവിതത്തിൽ സ്വഭാവത്തിന്റെ ഗുണം അവന് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ തൗഹീദ് കൊണ്ട് അവനോ സമൂഹത്തിനോ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന സന്ദേശമാണ് ഈ ചരിത്രത്തിലൂടെ അല്ലാഹു തആല ലോകത്തിന് നൽകുന്നത്. അതേ അവസ്ഥയിലാണ് നമ്മളിൽ പലരുടെയും പോക്ക്. നമ്മളെ നാട്ടില്, ഞാൻ നിങ്ങളെ ചന്ദ്രാപ്പിനിന്ന് മാത്രമല്ലട്ടോ, നന്മണ്ടയായാലും മറ്റേത് മുവഹിദീങ്ങളുടെ നാടായാലും ആൾക്കാർ പറയും നല്ല പ്രവർത്തകനാ, നല്ല മനുഷ്യനാ, ദീനിലൊക്കെ നല്ലോണം ഇടപെടും, നാട്ടിലെ ഇന്ന വിഭാഗത്തിന്റെ ഇന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, നല്ല വിലയാ നാട്ടില്. പക്ഷെയോ പിന്നെ എന്താ ജനങ്ങൾ പറയാ? ആള് നല്ല സ്വഭാവമൊക്കെയാണ്, പക്ഷെ ഭയങ്കര പിശുക്കനാണ്. ആള് നല്ല സ്വഭാവമൊക്കെയാണ്, എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ ഉണ്ടാകും, വാ തുറന്ന ചിലപ്പം വൃത്തിയേടാ പറയാ. ചിലര് പറയും നാട്ടിന് നല്ല മനുഷ്യനാ, സ്വന്തം പൊരയിലോ ഒരു 5 പൈസന്റെ വിലയുണ്ടാവില്ല. സ്വന്തം മക്കളെ ഒരുക്കുന്നതിലും കുടുംബത്തെ ഒരുക്കുന്നതിലും, ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്, നാട്ടില് MSMന്റെ കുട്ടികളെ ഒരുക്കാനും ISMനെ ശക്തിപ്പെടുത്താനും ആ വാപ്പ മുൻപിലുണ്ടാകും.
പക്ഷെ സ്വന്തം മോനോ, സ്വന്തം മകന് ISMന്റെ പ്രവർത്തകനാണോ, ഓനൊരു ദേവത്വരംഗത്ത് ഇടപെടുന്നുണ്ടോ, ദീനിയായ കുട്ടിയാണോ, അതിനൊന്നും ഒരു ചിന്ത ഉണ്ടാവൂല. പിന്നെ വാപ്പാര് സ്വയം പറയണ്ട, ഞാൻ അങ്ങനത്തെ വിഷയത്തിലൊന്നും പോവാറില്ല, ഞാൻ ദീനുമായിട്ടും ഞാൻ ഇങ്ങനെ നമ്മളെ ദേവത്തായിട്ടും നമ്മളെ സംഘടനയായിട്ട് നടക്കല. അംഫുസക്കും ലേ, മദീനത്തെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ സഹാബാക്കൾ ബോധം കെട്ടു വീണ ആയത്തേതാ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഞാൻ നല്ലോനാ, ഞാൻ നല്ല കേനമിന്റെ പ്രവർത്തകനാ, ഞാൻ നല്ല ദീനിയാണ്, ഞാൻ പള്ളിയായിട്ടൊക്കെ സ്ഥിരം ബന്ധമുണ്ട്, വെള്ളിയാഴ്ച 4:45 ഞാൻ പള്ളിയിലെത്താറുണ്ട്. പോരാ, സ്വന്തം വീട്ടിലുള്ള മക്കളെയും കുടുംബത്തെയും ആ ദീനി ചിട്ടയിൽ കൊണ്ടടക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ തോൽവിയാ. ഒരു വാപ്പ എന്നുള്ള നിലക്കും ഭർത്താവ് എന്നുള്ള നിലക്കും നിങ്ങൾ വട്ടപൂജ്യ. ഒരു തൗഹീദുള്ള വ്യക്തിയാണെങ്കിൽ, ഒരു വ്യക്തി നേരെയാണെങ്കിൽ അവന്റെ ഓരോ മേഖലയും അവൻ കൃത്യമായി നന്നാക്കാൻ ശ്രമിക്കും. അങ്ങനെ നന്നാക്കുമ്പോഴേ സമൂഹം നന്നാവൂ. ഞാൻ നല്ലോനാന്നും പറഞ്ഞ് എന്റെ വീട്ടിൽ കുത്തിരുന്നു, ഞാൻ സമയമാകുമ്പോ എഴുന്നേറ്റ് പള്ളിക്ക് പോയി, ഞാൻ എല്ലാ തിങ്കളാഴ്ച സുന്നത്തും പോറ്റു, എന്റെ വീട്ടിലാവട്ടെ ഒരു വക്തിന് പള്ളിയിൽ പോകാത്ത മക്കളുണ്ട്, അല്ലെങ്കിൽ നേരത്തിന് നിസ്കരിക്കാത്ത ഭാര്യ, അതല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച പോലും പള്ളിയിലേക്ക് എത്താത്ത എന്റെ ഭാര്യ, അതല്ലെങ്കിൽ അള്ളാന്റെ ദീനീപരമായ കാര്യങ്ങൾക്ക് ഒരു പരിപാടിക്കെങ്കിലും സംഘടിക്കുകയോ സംഘടിപ്പിക്കുകയോ ദഅവത്തിന് വേണ്ടി ഒരു ചെറിയ വിരലെങ്കിലും അനക്കുകയോ ചെയ്യാത്ത മക്കളാണെങ്കിൽ, പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് നല്ല തൗഹീദാന്ന് പറഞ്ഞതുകൊണ്ട് പടച്ചോന്റെ അടുത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ചെയ്യേണ്ട കടമയും ഉത്തരവാദിത്വവും നിർവഹിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, തൗഹീദ് എന്ന് പറയുമ്പോൾ ഒരു തൗഹീദുള്ള വ്യക്തിന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗവും നന്നാവും. അവൻ ആത്മാർത്ഥമായി ആ തൗഹീദിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയോടെ അവൻ റബ്ബിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ റബ്ബ് മാറ്റും. നമുക്കറിയൂലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ തുടക്കത്തിൽ എത്ര ശത്രുക്കളാ. മദീനയിലും മക്കയിലുമുള്ള ബഹുഭൂരിപക്ഷം ആളുകളും റസൂലുള്ളാന്റെ ശത്രുക്കളാ. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നപ്പോ ഓരോ മാതാപിതാക്കളും തൗഹീദിൽ ഉറച്ചു നിന്നപ്പോ അവര് റബ്ബിനോട് പറഞ്ഞതെന്താ? തൗഹീദിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് തരണേ നാഥാന്ന്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പടച്ച റബ്ബിന്റെ പ്രവാചകന്മാര് പോലും അതാണ് റബ്ബിനോട് ചോദിച്ച്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ മക്കളോട് പറയുന്നില്ല, മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മരണത്തിന്റെ നിമിഷങ്ങൾക്ക് തൊട്ടു മുൻപ് അദ്ദേഹം ഉറപ്പുവരുത്തുക സ്വന്തം മക്കള് ദീനിലാണ് എന്ന്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമ സ്വന്തം മക്കളെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൽ അദീം. മക്കളെ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. കാരണം ഈ ലോകത്ത് നിന്ന് പടച്ച റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ റബ്ബ് കുടുംബമായി റബ്ബ് പരിഗണിക്കണമെങ്കിൽ ആദർശ ബന്ധമുണ്ടാകണം, തൗഹീദ് ഉണ്ടാവണം. ആ തൗഹീദിൽ കുടുംബത്തെയും സമൂഹത്തെയും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പണിയെടുത്ത് മരിക്കുന്നവന്റെ മരണമാണ് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മരണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അതാണ് തൗഹീദുള്ള വ്യക്തിയുടെ ഒരു ഗുണം. ആ തൗഹീദ് അവന് കിട്ടിയിട്ടുണ്ട്. പടച്ചോനെ, എങ്ങനെയുണ്ട് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ? ഇതാണല്ലോ റബ്ബേ ഹക്ക്. ഞാൻ ഇതെങ്ങനെയപ്പം മറ്റവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വെപ്രാളായിരിക്കും. പക്ഷെ നമ്മളിൽ ചിലർക്ക് ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയത് കൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുക തന്നെയാണ്. തൗഹീദ് ഉണ്ടോ? തൗഹീദ് ഉണ്ട്. മുവഹിദ്, ഞാള് ജാറത്തിങ്കിലേക്കും മക്കബറക്കൊന്നും പോവാത്തവരാ. പക്ഷെ അതുകൊണ്ട് സ്വന്തം ജീവിതത്തിലുള്ള നേട്ടം എന്താ? തൗഹീദ് ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുക, ബാക്കി എല്ലാ വൃത്തിയായിട്ട് സ്വഭാവവും ഉണ്ടാവും. പക, വെറുപ്പ്, വിദ്വേഷം, അഹന്ത, അഹങ്കാരം, പൊങ്ങച്ചം, പുച്ഛം, ഏഷണി, പരദൂഷണം, കുതന്ത്രം, കുത്തുവാക്ക്, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു വിശ്വാസിന്റെ തൗഹീദ് അല്ല റബ്ബിന് വേണ്ട. ഈ അടുത്ത ദിവസം, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരാളിനെ കാണാൻ വന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ആ വ്യക്തി കേരളത്തിലെ, എന്റെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള പേര് കേട്ട ഒരു സുന്നി മഹലിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു. ഞാനും അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം പല തവണ വിളിച്ചു, ഫോൺ കോണ്ടാക്റ്റിൽ വന്നു. ഞാൻ അദ്ദേഹത്തോട് റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. ഇവിടെ വരുന്നത് വരെ അദ്ദേഹം എങ്ങനത്തെ വ്യക്തിയാന്ന് എനിക്കറിയാല. വീട്ടിൽ വന്നു. അദ്ദേഹം എന്റെ വീട്ടിലേക്ക് കയറി, ഡൈനിങ് ഹാളിൽ കയറി ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമല്ല,
നിങ്ങൾ എനിക്ക് പരിചയമുണ്ട്, ഞാൻ ഒരുപാട് പ്രസംഗം കേട്ടു. ഞാനൊരു തവണ ബാംഗ്ലൂരിലേക്ക് എന്റെ വാഹനത്തിൽ പോയെന്ന ഒരു സമയത്ത് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രസംഗം കിട്ടി. ആ പ്രസംഗം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഒരു പണ്ഡിതന്റെ പ്രസംഗമായിരുന്നു. ഞാനത് ബാംഗ്ലൂർ എത്തുന്നത് വരെ അദ്ദേഹത്തിൻ്റെത് സെർച്ച് ചെയ്ത് കേട്ടു. പിന്നെ എനിക്കത് ഒന്നും കൂടി വേറെ കുറെ കേൾക്കണം എന്ന് തോന്നി. അദ്ദേഹം പറയാണ്, 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കിപ്പം വല്ലാതെ കുറ്റബോധം. ഞാൻ കാലങ്ങളായി താമസിച്ച എന്റെ സുന്നി മഹല്ലിൽ നടക്കുന്നതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനതിന്റെ സെക്രട്ടറിയാ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്കത് ഇട്ട് കളഞ്ഞ് അള്ളാഹുവിന്റെ ദീനിലേക്ക്, ഇതാണ് ദീനെന്ന് വിളിച്ചു പറയണമെന്നുണ്ട്. അദ്ദേഹം സങ്കടപ്പെട്ട് കണ്ണുനീരോടെ പറയാ, ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയി എന്ന സങ്കടമാണ് എനിക്ക്. ആ ഒരൊറ്റ മനുഷ്യൻ ആ പ്രദേശത്ത് ഇപ്പോ സർവ പ്രയാസങ്ങളും സഹിച്ച അദ്ദേഹം ആ പ്രദേശത്ത് ദീനീപരമായ കാര്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റം അവന്റെ ഹൃദയത്തിൽ. എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ, ഇതൊന്നും പലർക്കും അറിയാഞ്ഞിട്ടാ. മുജാഹിദുകൾത് എന്ന് പറഞ്ഞാൽ ചിലര് കേൾക്കാനും മടിക്കും, കേട്ടാൽ എല്ലാവർക്കും ബോധ്യപ്പെടും ഇതാണ് ഹക്ക് എന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും, എന്റെ ഈ 66 വയസ്സിനിടയിൽ 66 കൊല്ലം പടച്ചോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് അങ്ങോട്ട് റബ്ബ് തരുന്നത് 10ഓ 20ഓ കൊല്ലാണെങ്കിൽ പോലും, ഇനി 5 കൊല്ലം റബ്ബ് തന്നിട്ടുള്ളെങ്കിൽ പോലും ഈ 5 കൊല്ലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഈ സത്യത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കും. 66ാമത്തെ വയസ്സിൽ വെളിച്ചം കിട്ടിയ ഒരാളുടെ നെയ്യത്താണ്. ജീവിതം അറിഞ്ഞ അന്നു മുതൽ ഈ തൗഹീദിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകാൻ 10-25 കൊല്ലം തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന നമ്മൾക്ക് റബ്ബിന്റെ മഹത്വത്തെ പറ്റി ബോധ്യപ്പെടുത്താനും ബോധ്യപ്പെടാനും സാധിച്ചിട്ടില്ലെങ്കിൽ തൗഹീദ് നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും മുൻപോട്ട് ഒരുപാട് പോകാനുണ്ട്. അതോടൊപ്പം തന്നെ ആ തൗഹീദ് നന്നായാൽ നമ്മളെ കുടുംബം നന്നാവും. എനിക്ക് അള്ളാന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങുന്ന ഒരു ജീവിതമാണ് എന്റെ കൈമലുള്ളത്. ഈ ദുനിയാവ് കുറച്ചു കാലം പടച്ചോൻ എനിക്ക് കയറി കിടക്കാൻ തന്നൊരു സ്ഥലം മാത്രമാണ് എന്ന ബോധമുണ്ട്. പിന്നെ എന്തിനാ കുടുംബപ്പണക്ക്? എന്തിനാ പിന്നെ നമ്മളുടെ തമ്മത്തല്ല്? ഇന്ന് എത്ര മനുഷ്യന്മാരാ തമ്മിപ്പിണങ്ങി ജീവിക്കുന്നതെന്നറിയോ? ഈ ക്ലാസ്സിലൂടെ എന്റെ വാക്ക് കേൾക്കുന്ന ഈ കൂട്ടത്തിലെ പലരും പണക്കത്തിലുണ്ടാവും. ആരോടാ പണക്കം? കുടുംബത്തിലുള്ള പലരോടും, നാട്ടുകാരോട്, കുടുംബക്കാരോട്, ബന്ധക്കാരോട് ഭയങ്കര പണക്ക മനുഷ്യന്മാർക്ക്. അലോഗ്യം എന്ന് പറയും. എന്നിട്ട് അതിങ്ങനെ മനസ്സ് കൊണ്ടു നടക്കുക. ഇളയമയ്യായിട്ട്, മൂത്തമ്മയായിട്ട്, കാർണോരുമായിട്ട്, അനിയനായിട്ട്, അനിയന്റെ വീട്ടുകാരായിട്ട്, മോളെ കെട്ടിയ വീട്ടുകാരായിട്ട്. ചിലരിത് മനസ്സ് കൊണ്ടുനടക്കുകയുള്ളൂ. ഓലൊരു ധാരണ മനസ്സ് കൊണ്ടുനടന്നാ കുറ്റല്ലാന്നാ. മനസ്സ് കൊണ്ടുനടന്നാലും കുറ്റ. ഒരു തെറ്റ്, തിന്മ, പക മനസ്സ് കൊണ്ടുനടന്നാലും തെറ്റാ. അങ്ങനെ മനസ്സ് കൊണ്ടുനടക്കുന്നോ മുഅ്മിനല്ല, വിശ്വാസിയല്ല. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ, അഥവാ പള്ളിക്കരികിൽ നിൽക്കുമ്പോ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, അല്ലിംനി യാ റസൂലല്ലാഹ്, റസൂലെ എനിക്ക് എന്തേലും പഠിപ്പിച്ചു തര്. 3 തവണ ചോദിച്ചിട്ടും റസൂലുള്ള മറുപടി കൊടുക്കാതായപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് പോയി. മണിക്കൂറുകൾക്കുള്ളിൽ ആകാശത്ത് നായത്തിറങ്ങി, അബസവത്തവല്ല, നീ മുഖം ചുളിച്ച് മാറിക്കളഞ്ഞ് ശരിയായില്ല റസൂലേ. റസൂലുള്ള അബ്ദുല്ലാന്റെ നേരെ നോക്കി, പണക്കാരെ നേരെയും നോക്കി. പ്രമാണിമാർക്ക് പ്രാധാന്യം കൊടുത്തു. ആ മനസ്സുണ്ടല്ലോ, മനസ്സിലുള്ള തൂക്കിനോക്കൽ, അബ്ദുള്ളയാണോ വലുത്, പ്രമാണിമാരാണോ വലുത് എന്ന ആ മനസ്സിലുള്ള തൂക്കം, അത് ശരിയായില്ല റസൂലേന്ന് അള്ളാഹ് ബോധ്യപ്പെടുത്തിയ ആ ആയത്തുനിന്ന് നമുക്കുള്ള ഗുണപാഠെന്താ? പകയും വെറുപ്പും മനസ്സ് കൊണ്ടിരുന്നാ മതി കുറ്റാവാൻ. അത് തീർക്കണം എന്നില്ല. ഒരാളോട് അതിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടടക്കുക, ഞാനും അവനും യോഗ്യല്ല, എനിക്ക് അവനെ കണ്ടൂടാ, ഞാൻ അവൻ സലാം പറഞ്ഞ മടക്കല്ല, നേരെ കണ്ട ഞാൻ മാറിക്കളയലാണ്. ഒരേ വാപ്പാന്റെ മക്കള്, ഒരേ ഉമ്മാന്റെ മക്കള്, ഒരേ കുടുംബത്തിലുള്ളവര് പണക്കോ പണക്കം. എന്താ പണങ്ങാനുള്ള കാരണം? നിക്കാഹ് പറയാൻ അളിയാനോട് ഒരാഴ്ച വൈകിപ്പോയി. അല്ലെങ്കിൽ അളിയൻ വരുമ്പോഴേക്ക് നിക്കാഹ് തുടങ്ങി. നിശ്ചയത്തിന് നല്ലൊരു വർത്താനം അളിയനോട് പറഞ്ഞില്ല. കയറി വരുമ്പം എല്ലാവർക്കും കൈ കൊടുക്കുന്ന കൂട്ടത്തിൽ അളിയന് കൈ കിട്ടിയില്ല. ഹസ്തദാനം. ഇതൊക്കെയാ പണങ്ങാനുള്ള കാരണം. ഈ ദുനിയാവിലെ മണ്ണിന്റെയും പൊന്നിന്റെയും പറമ്പിന്റെയും പേരിലല്ലേ പണക്കം?
ഈ ദുനിയാവ് ആരാ മനുഷ്യരെ മണ്ണും പെണ്ണും പറമ്പിനെയും കൊണ്ടുപോയത്? ആരാ ഈ കാത്തരി മണ്ണും കാത്തരി പൊന്നും കൊണ്ടുപോയത്? ഇതൊക്കെ എല്ലാവർക്കും അറിയേ, പക്ഷെ കുടുംബം നന്നാവൂല. വാശിയ അൻ റആഹുസ്തഗ്ന. എനിക്ക് എന്തൊക്കെയോ കിട്ടി. ആര് തന്നതാ? റബ്ബ് തന്ന്. എന്റെ 2 ആൺമക്കളെ ഞാൻ പഠിപ്പിച്ചു, 2 പെൺകുട്ടികളെ കെട്ടിച്ചു, പൊര ഉണ്ടാക്കി, ഒരു വാഹനം വാങ്ങി, എല്ലാ മക്കളും നല്ല നിലയിലായി. അതുകൊണ്ട് എനിക്ക് ഒരുത്തന്റെ അടുത്തേക്ക് ഇനി പോകേണ്ട ആവശ്യമല്ല. എന്നോട് പിണങ്ങിയവര് അല്ലെ പണക്കുള്ളവരൊക്കെ എന്റെ അടുത്ത് വരണം. എന്നിട്ട് എന്നോട് വന്ന സങ്കടമൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊരുത്തപ്പെട്ടുകൊടുക്കും. നിങ്ങൾക്ക് കേൾക്കണ ഒരു കഥ. ഒരേട്ടനും അനിയനും തമ്മിൽ പിണക്കത്തിലാണ്, വർഷങ്ങളായി പിണക്കത്തിലാണ്. പക്ഷെ ആ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാല് എത്രയും നല്ല ദീനിയായ മനുഷ്യൻ, ആ മനുഷ്യൻ അത്രയും നല്ലൊരു ദീനിയായ മനുഷ്യൻ. അദ്ദേഹം മരിച്ചു പോവുകയാണ് പെട്ടെന്ന്. മരിച്ചതിന് ശേഷമാണ് പലരും അറിയുന്ന അനിയനുമായിട്ട് പിണക്കായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ട് മറ്റുള്ളവര് ഇടപെട്ടില്ല എന്ന് ചോദിച്ചപ്പോ കുടുംബത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ പല തവണ ബന്ധപ്പെട്ടു നോക്കിയിട്ടുണ്ട്. ഈ മരിക്കുന്ന ജ്യേഷ്ഠൻ മരണത്തിന്റെ മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒന്ന് അനിയനുമായിട്ട് നന്നാവണ്ടേ, അനിയന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പം ഈ ജ്യേഷ്ഠൻ പറഞ്ഞത് അതിൽ എനിക്ക് താല്പര്യമല്ല എന്നാണ്. ഇപ്പൊ അത് അങ്ങനെ ആക്കട്ടെ, ഇപ്പൊ എനിക്ക് അതിൽ വലിയ താല്പര്യമല്ല. ഇപ്പൊ ഏതായാലും ഓൻ വരണമെന്നുമില്ല, എന്റെ മയ്യത്ത് കാണണമെന്നുമില്ല, അത്രയല്ല ഉണ്ടാവും. ഏതായാലും ഇപ്പം എനിക്ക് അതിന് താല്പര്യമല്ല എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു. പറഞ്ഞതിന്റെ 37ാമത്തെ ദിവസം ആ ജ്യേഷ്ഠൻ മരിച്ചുപോവുകയും ചെയ്തു. ആ മനുഷ്യനെ പള്ളിയിൽ നിന്ന് എടുത്ത് കബർപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ പിന്നിൽ നിൽക്കുന്ന നാട്ടുകാരിൽ ചിലര് പറയാ, എന്തല്ല മനുഷ്യനായിരുന്നു, ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, അനിയനുമായിട്ട് 6-7 കൊല്ലായി ഭയങ്കര തെറ്റിലാണ്. അത് മതി അള്ളാന്റെ അടുത്ത് നരകം കിട്ടാൻ. ലാ യദ്ഖുലുൽ ജന്ന മൻ ഖാത്തിഉർ റഹിമ. കുടുംബം മുറിച്ച ആളുകൾ അള്ളാന്റെ സ്വർഗത്ത് കയറൂല. സിറാത്ത് പാലത്തുമ്മ കൂടെ കടക്കാൻ പറയുമ്പം ആ പാലത്തിന്റെ മുകളിൽ നിന്ന് തന്റെ കാൽഭാഗം നരകത്തിലേക്ക് തൂങ്ങിക്കിടന്ന് സ്വന്തം നെഞ്ചുപയോഗിച്ച് ആ പാലത്തിലൂടെ ഏഞ്ഞു നീങ്ങുന്ന മനുഷ്യനെ ചൂണ്ടി റസൂലുള്ള റബ്ബിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ റബ്ബി ഖൗമി, എന്റെ രക്ഷിതാവേ, അവരെന്തിനാ നീ സങ്കടപ്പെടുത്തുന്നത്? അവര് നല്ല മനുഷ്യന്മാരാ, നാട്ടിലെ ദീനിന്റെ മുൻപന്തിയിലുള്ളവരാ, നിസ്കാരവും നോമ്പുമായിട്ട് നടക്കുന്നവരാ, അവരെന്തിനാ റബ്ബേ ഈ സങ്കടപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹ് പറയും, റസൂലേ, നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ട്, പക്ഷേ അവർ കുറ്റവാളികളാ. എന്തു കുറ്റാ റബ്ബേ ചെയ്ത്? അവർ അവരുടെ കുടുംബത്തിൽ ബന്ധം മുറിച്ചവരാ. അത്ര ഗൗരവം. അപ്പൊ തൗഹീദ് ഉറച്ചോൻ കുടുംബം ചേർക്കാൻ പറ്റുന്നില്ല, ഓന്റെ തൗഹീദിന് ഒരു വിലയില്ല. കാരണം അള്ളാഹ് പൊറുക്കുന്നില്ല എന്നോടും നിങ്ങളോടും. രാത്രി 12 മണി വരെ കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ തോന്നിയാസം കണ്ടു, കിടന്നു. നേരം വെളുത്തപ്പോ ശ്വാസം ഉണ്ട്. ആര് തന്ന? റബ്ബ് തന്ന്. രാത്രി കഴിച്ച കഞ്ഞി, കുടിച്ച കഞ്ഞി, കഴിച്ച ഭക്ഷണം, അതിൽ ഹറാമിന്റെ വറ്റുണ്ട്. പക്ഷെ ആമാശയത്തിൽ റബ്ബ് അത് കൃത്യമായിട്ട് ദഹിപ്പിച്ചു. ആര് തന്ന കഴിവാ? റബ്ബ് തന്ന കാരുണ്യം. ആ റബ്ബ് നമ്മളോട് പൊറുക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് പൊറുക്കാൻ മടിയാ. ഭയങ്കര ദേഷ്യവും വാശിയുമാണ്. മരണം വരെ നന്നാവൂല. ഒരു ഫോൺ വിളിച്ചിട്ടെങ്കിലും ഒന്ന് നന്നാവാൻ ശ്രമിക്കുക. ഇല്ല. ഹജ്ജിന് പോകുമ്പോ പോലും യാത്ര പറയാതെ പോയവരുണ്ട് കുടുംബത്തിൽ. ഈ അവനോട് യാത്ര ഉണ്ടോ? അവനോട് പറഞ്ഞിട്ട് എന്താ അതങ്ങനെ കെട്ടെ, മോളെ കെട്ടിയ വീട്ടുകാരായിട്ട് പണക്കിൽ അങ്ങോട്ട് പോയിട്ടില്ല. ഇനി ചിലര് പേരിന് വേണ്ടിയിട്ട് വിളിച്ചു പറയുന്നവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, ഞാള് പോവും. അത്ര തന്നെ. അങ്ങനെ ഒരു പറഞ്ഞു വാരി പിടിപ്പിക്കാനുള്ളതും അല്ല പൊരുത്തവും കുടുംബമൊന്നും. നല്ല നിലക്ക് കൈ പിടിച്ച് സലാം പറഞ്ഞ് ദുനിയാവില് കുടുംബത്തിന്റെ ഭംഗിയോടെ പരസ്പര കുടുംബബന്ധം ചേർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തൗഹീദ് ഒരു ഗുണവും വരുത്തിയിട്ടില്ല. ചിലര് വലിയ തൗഹീദ് ഉണ്ട് എന്നൊക്കെ പറയും. കുടുംബത്തിലോ സ്വത്തിന് വേണ്ടിയിട്ടും സ്റ്റാറ്റസിന്, പവറ്, തറവാടിത്തത്തിന് വേണ്ടിയിട്ടും കടിപിടി കൂടുന്നവരുണ്ട് ഇപ്പോഴും. പല രംഗത്തും സ്വത്ത് വിഷയത്തിലും അല്ലാത്ത വിഷയത്തിലും മാമൂലിന്റെ വിഷയത്തിലും കുടുംബത്തിൽ കടികൂടുന്ന ആളുകൾ. അതൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഭാഗത്ത് തൗഹീദ് ഉണ്ട് എന്ന് പറയാ, മറുഭാഗത്ത് കുടുംബത്തിലെ പലരുമായിട്ട് പണക്ക്. ഒരു ഗുണവും മനുഷ്യന് ചെയ്യൂല. കുടുംബത്തിൽ പാവപ്പെട്ടവൻ ഒരു കണ്ണീരൊപ്പാൻ ഓൻ എന്തെങ്കിലും ഒരു 5 ഉറുപ്പ്യന്റെ ഗുണം ചെയ്യൂല. പക്ഷെ ഭയങ്കര തൗഹീദ് ഉണ്ട്, ഇയാള് മുബഹിദീങ്ങളാ മുജാഹിദീങ്ങളാ എന്ന രീതിയിലായിരിക്കും മനുഷ്യന്റെ ജീവിതവും. തൗഹീദ് ഉള്ള വ്യക്തിയാണ് അവന്റെ കുടുംബം നന്നാവും. ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് അവൻ പെർഫെക്റ്റ് ആയിരിക്കും. ഒരു ഭാര്യ എന്നുള്ള നിലക്ക് അവള് പെർഫെക്റ്റ് ആയിരിക്കും. ഒരു വാപ്പ എന്നുള്ള നിലക്ക് അവൻ പെർഫെക്റ്റ് ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ വാപ്പയാ നമ്മളെങ്കിൽ, മക്കളോട് നീതി കാണിച്ച, അല്ലെങ്കിൽ
മക്കൾക്കിടയിൽ പരലോകത്ത് പുഞ്ചിരിച്ച് നെയ്നേറ്റ് നിൽക്കാൻ പറ്റുന്ന വാപ്പയാന്ന് ഉറപ്പുണ്ടോ നമുക്ക്? ചില വാപ്പാര് മക്കൾക്ക് മുൻപിൽ തോൽവിയാണ്, വലിയ തോൽവിയാണ്. ഞാൻ പറയാറില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത് വാപ്പാര് നല്ല വാപ്പാരായിരിക്കും, മക്കളെ ഒന്നും ആ രംഗത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. വാപ്പ ദീനിലുണ്ട്, സംഘടനയിലുണ്ട്, പള്ളിയിലുണ്ട്, ജുമാക്ക് പാന്നേകാലിന് പള്ളിയിലെത്തുന്നുണ്ട്, പരിപാടിന്റെ ഒന്നാമത്തെ വരിയിൽ വാപ്പുണ്ട്. മക്കളോ? വാപ്പക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഈ ദിക്കുകൾ എവിടെയുള്ളത്, ഈ മക്കൾ എവിടെയുള്ളത് എന്ന് വാപ്പാർക്ക് പോലും ഓർമ്മ ഉണ്ടാവൂല. ഈ മക്കൾക്ക് ദുനിയാവ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ഒന്നാമത്തെ ബാധ്യത. തൗഹീദുള്ള വാപ്പാർ ആദ്യം അറിയിച്ചു കൊടുക്കേണ്ടത് പരലോക. അതാ തൗഹീദ്, അതാ തൗഹീദിന്റെ ഗുണം. ആയ ഖൈസമ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു, മകൻ സഈദ് റളിയല്ലാഹു അൻഹുവിന് ജന്മം കൊടുത്തു, ഉമ്മ മരണപ്പെട്ടു. മകൻ സഈദിനെ ഖൈസമ റളിയല്ലാഹു അൻഹു പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നു. മകൻ പ്രായപൂർത്തിയെത്തി 22ാമത്തെ വയസ്സിൽ മദീനയിലെ തെരുവിൽ ശബ്ദം കേട്ട് ഖൈസമ എന്ന വാപ്പ മകൻ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, മോനെ നീ മദീനയിലെ തെരുവിൽ ചെല്ലണം, ശബ്ദത്തിന്റെ ഉടമ ആരെന്ന് നോക്കണം, എന്റെ ഹബീബായ റസൂലുള്ളാനെ ആരെങ്കിലും ദ്രോഹിക്കാനാണ് ആ ശബ്ദമെങ്കിൽ നീ എന്നോട് വിവരം പറയണം. പക്ഷെ മകൻ തിരിച്ചു ഓടിക്കതച്ച് വീട്ടിൽ വന്നു വാപ്പാനോട് പറഞ്ഞു, വാപ്പ ശബ്ദം കേട്ടത് റസൂലുള്ളാനെ ആരും ഉപദ്രവിക്കുന്ന ശബ്ദമല്ല, മറിച്ച് റസൂലുള്ളയും സഹാബാക്കളും ഒരു യുദ്ധത്തിന് പോകാൻ വേണ്ടി യുവാക്കൾ ഒരുങ്ങി നിൽക്കുന്ന ശബ്ദമാ കേട്ടത്. അതുകൊണ്ട് വാപ്പ എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കണം, റബ്ബിന്റെ സ്വർഗം വേണം. ഇത് കേട്ടപ്പം വാപ്പ പറയുന്നുണ്ട്, ഖൈസമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ വാപ്പ പങ്കെടുക്കാം യുദ്ധത്തിൽ, മകന് ഇനിയും അവസരം വരും. അതിന് ആ മകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വാപ്പ ഞാൻ ജനിച്ച അന്നു മുതൽ എന്റെ പിതാവ് എന്നെ മോഹിപ്പിക്കുന്നതാണ് സ്വർഗം. നിങ്ങളുടെ പല വർണ്ണനയിലും എന്റെ പിതാവിന്റെ ഉപദേശങ്ങളിലും ഞാൻ ആ സ്വർഗം മനസ്സ് കണ്ടിട്ടുണ്ട് വാപ്പ. അതുകൊണ്ട് എന്റെ വാപ്പയുടെ മുന്നേ, വാപ്പാക്ക് മുമ്പേ എനിക്ക് അള്ളാന്റെ സ്വർഗത്ത് കയറണം. ആ മകൻ ആ യുദ്ധക്കളത്തിൽ മരിച്ചപ്പം ഖൈസമ റളിയല്ലാഹു അൻഹു റബ്ബിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബേ എന്നെയും മകനെയും എന്റെ ഭാര്യയെയും അള്ളാന്റെ സ്വർഗത്തിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടണേ നാഥാന്ന്. എത്ര വാപ്പാർക്ക് അത് പ്രാർത്ഥിക്കാൻ പറ്റും? എന്നെ എന്റെ മക്കളെയും പെണ്ണുങ്ങളെയും സ്വർഗത്തിൽ ഒരുമിപ്പിച്ചാക്കണമെങ്കിൽ അവിടെ കണ്ടുമുട്ടാനുള്ള അവസരം തരണേ. മക്കൾക്ക് വേണ്ടി കുറെ സമ്പാദിച്ചു കൊടുത്തു, അവരെ പഠിപ്പിച്ചു, ഒരുത്തനെ MBA-കാരനാക്കി മറ്റവനെ എംടെക്കാക്കി എന്നൊക്കെയുള്ള ആവേശത്തിലാ ചില വാപ്പാര്. കുടുംബത്തോടുള്ള ബാധ്യത എന്താണെന്നറിയോ നിങ്ങൾക്ക്? മക്കൾക്ക് ആഹാരം കാണിച്ചു കൊടുക്കല. അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തി ദുനിയ. റസൂലേ, അവർക്ക് പലർക്കും പറയാം ദുനിയാവില് അക്കണക്കേ ഉണ്ടാവൂ. എന്ത് കണക്ക്? മക്കളെ പഠിപ്പിച്ചു, മോളെ കെട്ടിച്ചു, മൂത്ത മോളെ മക്കൾക്കാണ് 10 A+ കഴിഞ്ഞ SSLC-ക്ക്, ഇളയ മോന്റെ മോക്കാണ് അൽഫിത്രയിൽ 14 കാണാതെ സൂറത്ത് എനിക്ക് ഇങ്ങനെ ചെല്ലിത്തരും. ആ ചെറിയ 3.5 വയസ്സുള്ള കുട്ടി എനിക്ക് ദിക്റൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. ഈ വൽപ്പത്തരം പറയാനേ ഉള്ളൂ ചിലർക്ക്. അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തി ദുനിയ. നിങ്ങൾ മരിച്ചു കിടന്നാൽ നിങ്ങളെ മയ്യത്ത് നല്ലോണം കുളിപ്പിക്കാൻ അറിയുന്ന മക്കളുണ്ടോ? ഉറപ്പില്ല. മയ്യത്തസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നവന് 3ാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലാൻ അറിയുന്ന, പ്രാർത്ഥന അറിയുന്ന ആൺകുട്ടിയും പെൺകുട്ടിയാണോ? ഇത് ധൈര്യമില്ലെങ്കിൽ തൗഹീദ് കിട്ടി എന്ന് അവകാശപ്പെട്ട മാതാപിതാക്കളെ കുടുംബത്തിൽ നിങ്ങൾ തോൽവിയാണ്, കുടുംബത്തിൽ നിങ്ങൾ തോൽവിയാണ്. 3ാമത് സ്വത്ത് നന്നാവും. തൗഹീദുള്ള വ്യക്തിന്റെ സ്വത്ത് നന്നാവും. ഒരാളുടെയും അർഹതയില്ലാത്ത ഒരണ ഓന്റെ സ്വത്തിൽ ഉണ്ടാവില്ല. ആര് ചോദിച്ചാലും അത് റബ്ബിന്റെ കോടതിയിൽ നിന്നാണെങ്കിൽ ഓന് നെഞ്ചും വിരിച്ച് പറയാൻ പറ്റും, എന്റെ മുതല് റബ്ബെ ഒരണ ഹറാമില്ല. തൗഹീദ് ഉറച്ചവന്റെ പുണ്യാണത്, തൗഹീദുള്ളവന്റെ ഗുണാണത്. സഹാബാക്കൾ ആദ്യ കാലഘട്ടത്തിൽ വെട്ടിപ്പിടിച്ചിരുന്നു, മോഷ്ടിച്ചിരുന്നു, കള്ളു വിറ്റ് കോടികൾ സമ്പാദിച്ചിരുന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നപ്പം അവരോരോരുത്തരും ഒരണ സമ്പാദിക്കുമ്പോ അവർക്ക് പേടിയായിരുന്നു. ഓരോ പൈസന്റെ പിന്നിലും അവർ ചിന്തിച്ചിട്ടേ കാലം അവരെടുത്തിട്ടുള്ളൂ. ബദർ യുദ്ധത്തിന് പോകാൻ നേരത്ത് മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു പട്ടിണി കൊണ്ട് കരയുമ്പോൾ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, ഉമൈർ താങ്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അദ്ദേഹം തിരിച്ചു പറയും, പ്രവാചകരെ 4 ദിവസമായി ഞാൻ പട്ടിണിയാണ്. ഉണ്ടായിരുന്ന ഒരു കാരക്ക കയ്യിലെടുത്ത് ഉമൈറിന്റെ കൈമ കൊടുക്കുമ്പം കരഞ്ഞുകൊണ്ട് ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാന്റെ റസൂലെ എന്നേക്കാൾ അവകാശികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് താങ്കൾ അന്വേഷിച്ചിരുന്നോ? ആലോചിച്ചു നോക്കി സഹോദരങ്ങളെ, സ്വന്തം മുതല് അള്ളാന്റെ അടുത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോ ഓരോ മുതലും പടച്ചോൻ ഇങ്ങനെ എണ്ണി പറഞ്ഞു തരുമ്പോ അതിലൊരു ഹക്കല്ലാത്ത ഇല്ല റബ്ബേ എന്ന് പറയാൻ പറ്റില്ല. തൗഹീദുള്ളവന്റെ
എന്റെ പോക്കറ്റിലുള്ള പൈസ അങ്ങനെ എടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റണം ഇതിലൊരാളെ ഹറാമില്ല റബ്ബേ, ഒരാളെ ഈ കണ്ണീര് പറയണ്ട, ഒരു ഉറുപ്പ് എന്റെ ഇല്ല. അത് തൗഹീദുള്ളവന്റെ ഗുണാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ തെരുവിലൂടെ നടക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ പട്ടിണി കിടന്ന് തളർന്നുറങ്ങിപ്പോയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് കരയുന്നുണ്ട്. ഒരു കാലത്ത് കോടീശ്വരൻ, സ്വന്തം മുതലെടുത്ത് പല അടിമകളെയും മോചിപ്പിച്ച സിദ്ദീഖുൽ അക്ബർ പട്ടിണി കിടക്കുന്ന സഹാബത്തിന് ഭക്ഷണം കൊടുക്കാൻ സ്വന്തം മുതൽ മുഴുവനും ചെലവാക്കിയ സിദ്ദീഖുൽ അക്ബർ അവസാനം മരണത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് അഥവാ മരിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മദീനത്തെ പള്ളിയിൽ പട്ടിണി കിടന്ന് തളർന്നുറങ്ങിപ്പോയത് കണ്ട റസൂലുള്ള സിദ്ദീഖുൽ അക്ബറിനെ നോക്കി കരഞ്ഞ ഒരു രംഗണ്ട്. നമ്മളോ തൗഹീദൊക്കെ കുറച്ചിട്ടുണ്ട്. മുതല് കിട്ടുക എന്ന് പറഞ്ഞ ഭയങ്കര ആഗ്രഹം. എന്തെങ്കിലും ഒന്ന് അള്ളാന്റെ മാർഗത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാലോ അത് മേലിന് ശരീരത്തും ഒന്നൊരു കഷണം ഇറച്ചി അരിഞ്ഞു കൊടുക്കുന്നതിന്റെ മാതിരിയാണ്. റബ്ബിന്റെ മാർഗത്ത് കൊടുക്കാൻ മടിയും കിട്ടാൻ ഭയങ്കര പൂതിയും. അങ്ങനത്തെ മനസ്സിൽ തൗഹീദില്ലട്ടോ. തൗഹീദ് ഉറച്ചൊരു വ്യക്തിയ ദുനിയാവിന് വേണ്ടി വാശി പിടിക്കൂല, ആഖിറത്തിന് വേണ്ടി പിശുക്കും കാണിക്കൂല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൗഹീദ് ഉറച്ചൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളുണ്ട്. മരണത്തിന്റെ മുൻപ് സ്വന്തം കുടുംബത്തെ നോക്കിയും സ്വന്തത്ത് നോക്കിയും സ്വന്തം വിശ്വാസത്തെ നോക്കിയും നമുക്ക് പറയാൻ പറ്റണം, പടച്ച റബ്ബേ, ഞാനൊരു തൗഹീദ് ഉള്ളവനായതുകൊണ്ട് എന്റെ വിശ്വാസവും എന്റെ കുടുംബവും എന്റെ സമ്പത്തും മൂന്നും ക്ലിയറാ റബ്ബേ. കാരണം ഞാൻ തൗഹീദ് ഉള്ള വ്യക്തിയാ. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ഇന്നസ്സലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് പറയാൻ പറ്റുമ്പോഴാ തൗഹീദ് ഒരു വ്യക്തിയെ നേരെയാക്കുന്നതും ആ വ്യക്തി കാരണം സമൂഹം നേരെയായി മാറുന്നതും. ആ രീതിയിൽ വിശ്വാസത്തെയും പ്രവർത്തനത്തെയും കർമ്മപദങ്ങളിലേക്ക് കൊണ്ടുവന്ന് നാഥന്റെ അരികിലേക്കുള്ള മടക്കം പുഞ്ചിരിച്ചുകൊണ്ടാക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നാഥ, ഇതൊരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കുകയും നാളെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ അപമാനിക്കാതെ വിശ്വാസം കൊണ്ട് റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റബ്ബേ, ഈ ഒരു മഹാപരീക്ഷണത്തിൽ ഏറെ സങ്കടപ്പെടുന്നവരുണ്ട് നാഥ. കച്ചവടം പൊളിഞ്ഞുപോയവർ, കടബാധ്യതയിൽപ്പെട്ടവർ, അവരുടെ എല്ലാം ഉപജീവനം നീ വിശാലമാക്കി നൽകുകയും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടാൻ ഓരോ മനസ്സുകൾക്കും നീ തൗഫീക്ക് നൽകണമേ. നാഥ, രോഗം ബാധിച്ച് മരണപ്പെട്ടവരുണ്ട്, അവരുടെ ഖബർ നീ വിശാലമാക്കുകയും ഇപ്പോഴും പേടി കൊണ്ട് മരണഭയം കൊണ്ട് മനസ്സിന്റെ ചാഞ്ചാട്ടം ചിന്തകൾ മാറിപ്പോയ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. എല്ലാവർക്കും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവും നീ പ്രദാനം ചെയ്യണമേ. നാഥ, ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും ഇങ്ങനെ ദഅവത്ത് രംഗത്ത് ഇടപെടാൻ സാധിച്ചതിന് അൽഹംദുലില്ലാ. നാഥ, ഞാനൊരു മുവഹിദാണെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരു മുവഹിദായി ജീവിച്ച് മരിക്കാൻ എന്റെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് റബ്ബേ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അത് നീ നൽകുകയും കുടുംബത്തോടൊപ്പം നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു കുടുംബ ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.